നമസ്കാരം കുട്ടികളും, സോളസാനാണ്. നമ്മുടെ പ്ലസ് 1 കുട്ടികളുടെ, പ്രത്യേകിച്ച് സയൻസ് കുട്ടികളുടേത് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഇന്ന് ഹിന്ദി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സയൻസിന്റെ എക്സാംസിനെ കുറിച്ച് ഏകദേശം ഒരു ഡേറ്റയാണ് ചെയ്യുന്നത്. ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്കിനിയും പഠിക്കാനുള്ള ദിവസങ്ങളെ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു അടിപൊളിയായിട്ട് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയൊക്കെ എടുക്കാം. ഓക്കെ, നമ്മൾ നാളെ തൊട്ട് പഠിക്കാനുള്ള ദിവസങ്ങൾ നമുക്കിപ്പോ 7, 8, 9, 10 ഇത്രയും ഫുൾ ഫ്രീ ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇടയ്ക്ക് ബയോളജി സയൻസുകാർക്ക് വണ്ടി അങ്ങ് വിട്ടുപോകും കേട്ടോ. ഇങ്ങുമേ വളവില്ല, നേരെ വിളിച്ചൊന്ന് നിൽക്കാം. പക്ഷെ ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ 11-ാം തീയതി തൊട്ട്, ഞാനിപ്പോ പറയുന്നത് ബയോളജി സയൻസുകളുടെ കാര്യമാണ്. ഇവർക്ക് ഈ 11-ാം തീയതി തൊട്ട് ഈ 3-4 ദിവസം ഫുൾ കെമിസ്ട്രി പഠിക്കുക. അതിനുവേണ്ടി മാറ്റി വെക്കുക. വേറെ ഒന്നുമേ അതിന് മുമ്പായിട്ട് ഇനി നിങ്ങൾ കെമിസ്ട്രി തുടങ്ങണ്ട. ഈ 4 ദിവസം നിങ്ങൾ ഫിസിക്സും മാത്സുമാണ് പഠിക്കേണ്ടത്. ഏറ്റവും നന്നായിട്ട് ഫിസിക്സും മാത്സും നിങ്ങൾ മാറിയും കയറി അങ്ങ് പഠിച്ചേക്കണം ഇത്രയും ദിവസങ്ങളിൽ, ഏറ്റവും നന്നായിട്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ദിവസം കൂടുതലുണ്ട്, ഫിസിക്സിന് 1 ദിവസം ഗ്യാപ്പെങ്കിൽ മാത്സിന് 2 ദിവസമുണ്ട്. അത് വലിയ കാര്യമാക്കണ്ട, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഫിസിക്സും മാത്സും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒട്ടുമേ സമയമില്ല കേട്ടോ. ഇവിടെ ഇത് ബയോളജി സയൻസിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ഇവിടെ തൊട്ട് അങ്ങോട്ട് സമയമില്ല. ഇവിടെ നമുക്ക് ഈ 4 ദിവസം നമുക്ക് കെമിസ്ട്രിക്ക് വേണ്ടി ഫുൾ നമ്മളുടെ ടൈം അങ്ങ് കൊടുത്തേക്ക് കേട്ടോ. പിന്നുള്ളത് 16, 17, 18, 19 4 ദിവസമുണ്ട്. വേണമെങ്കിൽ ഒരു ദിവസം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ബയോ സയൻസുകാർക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഫിസിക്സിന് ഇവിടെ വെച്ച് സെപ്പറേറ്റ് ഒന്ന് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, എന്നൊരു 17, 18, 19 3 ദിവസം ബയോ സയൻസ് പഠിക്കേണ്ട. ചിലപ്പോൾ ബയോളജി പേടിയുള്ളവരുണ്ട്, ബയോളജി പഠിക്കാൻ ടഫായിട്ടുള്ളവർ, അങ്ങനെയുള്ള 4 എടുത്തേക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ദിവസങ്ങൾ ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ സയൻസുകളുടെ കാര്യം പറയുവാണെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താ കണ്ടോ, കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യം പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഇവർക്ക് ഒരു എക്സാം ഉണ്ട്, ഇവിടെ ഒരു എക്സാം ഉണ്ട്. പക്ഷേ പിന്നെ അവര് ഫ്രീ ആണ് കേട്ടോ. 16, 17, 18, 19, 20, 21 വരെയും ഫ്രീ ആണ് കേട്ടോ. അപ്പൊ അവർക്ക് ഫിസിക്സിന് നല്ല സമയമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് മാത്സ് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ അവർക്ക് ഇവിടെ അങ്ങനെ സമയമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ചാലും നിങ്ങൾക്ക് ഇവിടെ അത് ഉപയോഗിക്കണം കേട്ടോ. ഇവിടെ നിങ്ങളിപ്പോ ഇടയ്ക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് വേണേ ഒരു 2 ദിവസം മതിയായിരിക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം. ബാക്കി 7, 8 എടുത്താൽ മതി കമ്പ്യൂട്ടർ സയൻസ് കേട്ടോ. മറ്റേ 2 ദിവസം CS എടുത്തോണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കി മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 20 വരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ 21 എന്ന് പറഞ്ഞാൽ ഫുൾ നിങ്ങൾക്കൊന്ന് റിവിഷൻ നടത്താനുള്ള സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് നിങ്ങൾക്ക് നാളെ തൊട്ടുള്ള ദിവസങ്ങൾ. വളരെ 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ ഇവിടെ നന്നായിട്ട് നമുക്ക് ഫുൾ റിവിഷനുള്ള സമയം, ഫുൾ റിവിഷൻ ആയിട്ടോ. ഒറ്റ ദിവസമേ ഉള്ളൂ. വളരെ വളരെ ശ്രദ്ധിക്കണം. അത് നോക്കുമ്പോൾ ഡബിൾ ആണ് ഇവിടെ അല്ലേ. 2 ദിവസം ഉണ്ട്. നമുക്ക് ചെയ്തു തീർക്കാൻ ഒന്നും സമയം കിട്ടത്തില്ല. എന്നാലും നിങ്ങൾ മാക്സിമം ചെയ്ത് തീർക്കാൻ പറ്റുന്നവർ ഈ സമയങ്ങളെല്ലാം ചെയ്തോണം. ഇവിടെയാണ് ഇതിന്റെ എല്ലാം ടൈം ഉള്ളത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ 25-ാം തീയതി പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷും ബാക്കിക്ക് വേണ്ടിയുള്ള സമയമുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ഒന്നും ഇപ്പോഴേ തൊടുവേ വേണ്ട കേട്ടോ. ഇംഗ്ലീഷിനെ കുറിച്ച് നമുക്ക് ഈ ലാസ്റ്റ് 3 ഡേയ്സ് മതി. ഓക്കെ, 4 രാത്രികൾ കിട്ടുന്നുണ്ട്. 25-ാം തീയതി രാത്രി, 26 രാത്രി, 27 രാത്രി, 28 രാത്രി അല്ലേ. നമുക്കപ്പോ ഈ അത്രയും കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഡേ ഇവിടെ കിട്ടുന്നുണ്ട്. അത്രയും മതി. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബയോ സയൻസുകാർക്ക് ഈ 4 ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട 4 ദിവസങ്ങളാണ്. ഓക്കെ, അങ്ങനെ തീർത്ത് മാക്സിമം വെച്ചിട്ട് ലാസ്റ്റ് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളെ മാത്രം ഇവിടെ ബാക്കിയൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ പിക്ചർ. ഈ രീതിയിൽ കൂടെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. കാരണം ഇമ്പ്രൂവ്മെന്റ് അടുത്ത വർഷം നിങ്ങൾക്ക് പേരിനൊരു ഇമ്പ്രൂവ്മെന്റ് എന്നുള്ളതായ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനിയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. സെപ്പറേറ്റ് മിനിമം അതിന് കൺഫേം ആയിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ അതും കാണും കേട്ടോ. അതൊരു പ്രശ്നമാണ്. അപ്പൊ ഡബിൾ പാസ് എന്നുള്ള സംഭവം ഇല്ലാതായേക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും +2 ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട രീതിക്കുള്ള സിമ്പിൾ മെത്തേഡ്സിൽ കൂടെ ആയിരിക്കും പറഞ്ഞു തരുന്നത്. ക്ലാസ്സുകളും നോട്ട്സുകളും ഇക്വേഷൻ ബുക്കിലേറ്റും ക്വസ്റ്റ്യൻ പാക്കേജ് റിവിഷൻ ക്ലാസ്സസും എല്ലാം കിട്ടും. 1 ഇയറിന് ഇത്രയും മാത്രം. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഇക്വേഷൻ ബുക്കിലേറ്റ് വരെ നിങ്ങൾക്ക് വീട്ടിലെത്തും. ഓക്കെ, അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ താഴ്ന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.